ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്കാണ്. ഇവിടെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൻ്റെ കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലാന്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാന് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാന് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ദെൻ പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ലാൻ ഡിസ്കസ് ചെയ്യാം. ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN stands for Local Area Network. LAN is a network which is designed to operate overall small physical area such an office, factory or a group of building. അപ്പോൾ LAN എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഏരിയയിൽ നമ്മൾ നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ലാൻ എന്ന് പറയുക. ഒന്നില്ലെങ്കിൽ അതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആവാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്മാൾ ഫിസിക്കൽ ഏരിയയിൽ നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നതിനാണ് ലാൻ എന്ന് പറയുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ പ്രൈവറ്റ് ഓൺഡ് നെറ്റ്വർക്ക്. LAN are designed to allow resources to be shared between computers or workstations. The resources to be shared can include hardwares. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻ്റർ അല്ലേ, റിസോഴ്സ് ഷെയറിങ്ങിനൊക്കെ നമ്മൾ വേണ്ടിയിട്ട് പ്രിൻ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ മൾട്ടി പ്രോഗ്രാമിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മൾട്ടി പ്രോസസ്സിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുക CPU റിസോഴ്സസായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ലാനിൻ്റെ കേസിലും ഇതുപോലെ ഒരു സ്മാൾ ഫിസിക്കൽ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നെറ്റ്വർക്കുകളെ തമ്മിൽ ചെറിയൊരു സ്മാൾ ഏരിയയിൽ നെറ്റ്വർക്കിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ LANs are designed to allow resources to be shared between computers or workstations. The resource to be shared can include hardware, software, or a data. In addition to size, LANs are distinguished from other types of network by their transmission media and topology. The most common LAN topologies are bus, ring and star. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പോളജീസ് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ നെറ്റ്വർക്ക് കാറ്റഗറിയിലും നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പോളജീസാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ലാനിൻ്റെ കേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബസ്, റിങ്, സ്റ്റാർ ഇങ്ങനെയുള്ള ടോപ്പോളജീസിനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വണ്ണാണ് വാന്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, വാൻ പ്രൊവൈഡ് എ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് എ ഡാറ്റ, image, audio and video information over a large geographical areas that can be comprise a country, a continent or even a worldwide. Okay, അപ്പോൾ വാനിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ഒരു സ്മാൾ ഫിസിക്കൽ സ്പേസസേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ വാനിൻ്റെ കേസ് അങ്ങനെയല്ല. വാൻ എന്ന് പറയുന്നത് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാണ്. അതൊരു പക്ഷേ കൺട്രി ആവാം, അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ആവാം. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മളെ വാനാണ്. ഈ വാനിന് മെയിൻ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് തന്നെയാണ് കേട്ടോ. ദ മോസ്റ്റ് വാൻ നെറ്റ്വർക്ക് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലാർജ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ഇറ്റ്സ് യൂസേഴ്സ്. അതിൻ്റെ നെക്സ്റ്റ് ടൈപ്പാണെന്ത്, നെക്സ്റ്റ് കാറ്റഗറിയാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഇൻ ദ സൈസ് ബിറ്റ്വീൻ ലാൻ ആൻഡ് വാൻ. നമ്മൾ പറഞ്ഞു ലാൻ എന്താണെന്ന് പറഞ്ഞു, വാൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് നോർമലി കവേഴ്സ് ദ ഏരിയ ഇൻസൈഡ് എ ടൗൺ ഓർ എ സിറ്റി. ഒരു പക്ഷേ ഇത് ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. It is designed for customers
we need a high-speed connectivity, normally to the internet, and have endpoints spread over city or a part of city. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേബിൾ ടി വി കണക്ഷനൊക്കെ ഒരു മാൻ എക്സാമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർഗനൈസ്ഡ് അറൗണ്ട് ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഓക്കെ, അപ്പം നമ്മൾ തന്നെ ഞാൻ എൻ്റെ ഫോണിലും എൻ്റെ ലാപ്ടോപ്പും ഫോണും തമ്മിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഫോണും ഹെഡ്സെറ്റും തമ്മിൽ കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മളൊരു പേഴ്സണിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർഗനൈസ്ഡ് അറൗണ്ട് ആൻ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഇറ്റ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ മൊബൈൽ കമ്പ്യൂട്ടർ, എ സെൽ ഫോൺ ഓർ എ PDA. It enables communication among these devices. A pen can be constructed using wireless media or a cable. നമുക്ക് ഒന്നില്ലെങ്കിൽ വയേർഡ് ആവാം, അല്ലെങ്കിൽ വയർലെസ് ആവാം കേട്ടോ. നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആൻ ഇൻ്റർകണക്ഷൻ ഓഫ് ലാൻഡ് വിത്ത് ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയാസ്. നമ്മൾ ലാൻഡ് ഒരു ഇൻ്റർകണക്ഷനാണ് ക്യാൻ എന്ന് പറയാം. ഓക്കെ, നെറ്റ്വർക്ക് എക്യുപ്മെൻറ്റ്സ് സച്ച് ആസ് സ്വിച്ചസ്, റൗട്ടേഴ്സ് ആൻഡ് ട്രാൻസ്മിഷൻ മീഡിയ ആർ ഓൾമോസ്റ്റ് എൻറ്റയർലി ഓൺഡ് ബൈ ക്യാമ്പസ് ഓണർ. അതായത് ഇപ്പോൾ ഒരു ക്യാമ്പസിൽ ഇപ്പോൾ നമ്മളെ യൂണിറ്റി വുമൻസ് കോളേജ്, അപ്പോൾ അതിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഉണ്ട് അല്ലേ. പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ നമ്മളെ കമ്പ്യൂട്ടർ ലാബിലുള്ള സിസ്റ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ടുള്ളത്. അതൊരു ലാനിന് എക്സാമ്പിളാണ്. ഇനി അതുപോലെ തന്നെ IoT ലാബിലുള്ള സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്തത് ഇനി പല പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള സിസ്റ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷനെയാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർ നെറ്റ്വർക്ക്. വെൻ 2 or more നെറ്റ്വർക്ക് ആർ കണക്റ്റഡ് ദേ ബിക്കം ആൻ ഇൻ്റർ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർ നെറ്റ്വർക്ക് ഓർ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ അത് വയേർഡ് ആവാം, അല്ലെങ്കിൽ വയർലെസ് ആവാം. എ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കണക്റ്റഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രിൻറ്റേഴ്സ്. An internet is 2 or more network that can communicate with each other. The most notable internet is called the internet, a collaboration of more than hundreds of thousands of interconnected network. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുക, അവ തമ്മിൽ എന്ത് ചെയ്യുക, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക, അതുപോലെ തന്നെ റിസോഴ്സസ് ഷെയർ ചെയ്യുക. ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ്റർ നെറ്റ്വർക്കിൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം US ഉള്ള ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ARPANET എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടത്. ARPANETൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. അത് മിലിറ്ററി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണ്, US തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ARPANET എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. Then the idea was that each host computer would be attached to a specialized computer. Software called network control protocol provided communication between the host. അപ്പോൾ US ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ARPANET എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നു. ദെൻ അതിന് ശേഷമാണ് എന്തുള്ളത്, നമ്മുടെ NCP വന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർ നെറ്റ്വർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നെറ്റ്വർക്ക് മോഡൽസാണ്. മെയിൻലി 2 ടൈപ്പ് നെറ്റ്വർക്ക് മോഡലുണ്ട്, OSI മോഡൽ ആൻഡ് TCP/IP മോഡൽ. ഓക്കെ, നമുക്ക് OSI മോഡൽ എന്താണെന്ന് ആദ്യം നോക്കാം കേട്ടോ. A network is a combination of hardware and software that send the data from
one location to another. Hardware consists of physical equipment that carries signals from one point of network to another, and software consists of instruction sets that make possible the services that we expect from the network. അപ്പോൾ നെറ്റ്വർക്ക് എന്നുള്ള കോൺസെപ്റ്റിൽ ഹാർഡ്വെയർ കോൺസെപ്റ്റും ഉണ്ട്, സോഫ്റ്റ്വെയർ കോൺസെപ്റ്റും ഉണ്ട്. നമുക്കറിയാം ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് അല്ലേ, നമുക്ക് സീൻ ചെയ്യാനും ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയാറുണ്ട് ഹാർഡ്വെയർ എന്നുള്ളത്. ദെൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രോട്ടോകോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ OSI മോഡലിലേക്ക് പോകാം. OSI model എന്ന് പറഞ്ഞാൽ an ISO standards that covers all aspects of network communication is the open system interconnection model. ഓക്കെ, അപ്പോൾ ISO ആണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് OSI മോഡൽ, OSI മീൻസ് ഓപ്പൺ സിസ്റ്റം ഇൻ്റർകണക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ISO International Standard Organization is a multinational body dedicated to worldwide the agreement on international standards. The OSI model is layered framework for the design of network system that allows communication between all types of communication systems. നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടോ അതോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവ തമ്മിൽ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്, അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ അല്ലെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണിത് OSI മോഡൽ എന്ന് പറയുന്നത്. ഇതൊരു ലെയേർഡ് മോഡലാണ്. മെയിൻലി ഇതിൽ 7 ലെയേഴ്സാണ് വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെപ്പറേറ്റ് ബട്ട് റിലേറ്റഡ് ലെയേഴ്സ്, ഈച്ച് ഓഫ് which defines as a part of the process of moving information between all types of computer systems. Then 7 layers of the OSI model. ഇതിൽ മെയിൻലി 7 ലെയേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഫിസിക്കൽ ലെയർ ടു അതുപോലെ തന്നെ ഒരു വേറൊരു നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഒരു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ബി എന്ന് അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ എയും ഇതുപോലുള്ള 7 ലെയേഴ്സ് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആൻഡ് കമ്പ്യൂട്ടർ ബിയും ഈ 7 ലെയേഴ്സ് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് this communication is governed by an agreed upon the series of rules and conventions called protocols. അപ്പോൾ ഇവ ഓരോന്നും ഓരോ ലെയേഴ്സും തമ്മിൽ നമ്മൾ ഓരോ ലെയേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലേ. ഈ പ്രോട്ടോകോൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. The process on each machine that communicate at a given layer are called peer-to-peer process. അപ്പോൾ ഇൻ കേസ് നമ്മൾ 2 സിസ്റ്റംസ് അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അപ്പോൾ അതിനെയാണ് പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. The passing of the data and network information down through the layers of sending devices and backup through the layers of receiving device is made possible by an interface between each pair of adjacent layers. ഇനി ഇതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഈ 7 ലെയേഴ്സിൻ്റെ ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ അപ്പർ OSI ലെയർ ആർ ആൾമോസ്റ്റ് ആൾവേസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ സോഫ്റ്റ്വെയർ. Lower layer are combination of hardware and software except of physical layer which is mostly hardware. ഓക്കെ,
അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു 7 ലെയേഴ്സ് ഉണ്ട് അല്ലേ, ഫിസിക്കൽ ലെയർ മുതൽ ആപ്ലിക്കേഷൻ ലെയർ വരെ ഉണ്ട്. ഈ ഫിസിക്കൽ ലെയറിൽ മോസ്റ്റ്ലി എന്താ വരുന്നത്, നമ്മുടെ ഹാർഡ്വെയർസാണ് വരുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും ടോപ്പിലുള്ള ആപ്ലിക്കേഷൻ ലെയറിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ കോമ്പിനേഷനാണ് കേട്ടോ. ഫിസിക്കൽ ലെയറിൽ മോസ്റ്റ്ലി ഹാർഡ്വെയർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെയറിൽ എന്താ വരുന്നത്, സോഫ്റ്റ്വെയർ കോമ്പിനേഷനാണ് വരുന്നത്. ഇനി ഫിസിക്കൽ ലെയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഡാറ്റാ ലിങ്ക് ലെയറിലൊക്കെ ഇതുപോലുള്ള ഡിവൈസസ്, അതായത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളെ ഫിസിക്കൽ OSI മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ലെയറിലെ അപ്പോൾ ഇവിടെ കണ്ടോ ഡിവൈസ് എ ആൻഡ് ഡിവൈസ് ബി. ഈ ഡിവൈസ് എക്കും ബിക്കും രണ്ട് പേർക്കും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, ഓരോ 7 ലെയേഴ്സ് ഉണ്ട് അല്ലേ. അവ തമ്മിൽ എന്ത് ചെയ്യാണ്, കണക്റ്റഡ് ആണ്. ആദ്യം ഫിസിക്കൽ ലെയർ ടു ഫിസിക്കൽ ലെയർ, ദെൻ അതുപോലെ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ രണ്ടിടത്തും ഉണ്ട് അല്ലേ. നെറ്റ്വർക്കിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ശരിക്കും പോസിബിൾ ആവുന്നത്. ദെൻ അവിടെ ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു OSI മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഓരോ ലെയേഴ്സും ഏത് രീതിയിലാണെന്നുള്ളതാണ് പറയുന്നത്. ഓരോ ലെയേഴ്സിൻ്റെ അവരുടെ ഫങ്ഷൻസും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ ഞാൻ പറഞ്ഞു ഹാർഡ്വെയർ പോർഷൻസാണ് മെയിൻലി വരുന്നത്. ഫിസിക്കൽ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ നോഡ് ടു അനദർ. അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ബിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ ലെയേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ലെയർ കോർഡിനേറ്റ് ദ ഫങ്ഷൻസ് റിക്വയർഡ് ടു ക്യാരി എ ബിറ്റ് സ്ട്രീം ഓവർ എ ഫിസിക്കൽ മീഡിയം. ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിറ്റ് സ്ട്രീമിനെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ഇൻ്റർഫേസസ് ആൻഡ് ട്രാൻസ്മിഷൻ മീഡിയ. ഇതിൽ നമ്മൾ പറയുന്ന ട്രാൻസ്മിഷൻ മീഡിയ, അതുപോലെ ഇൻ്റർഫേസസ്, കോയാക്സിയൽ കേബിൾസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ ഫിസിക്കൽ ലെയറിൽ എന്താ ചെയ്യുന്നത്, ഫിസിക്കൽ ലെയർ ടു ഡാറ്റ, ഇവിടെ തൊട്ട് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ ആണ് അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ ലെയറിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നോഡ് എ എന്നുള്ളതും നോഡ് ബി ഉള്ളതും, ഈ നോഡ് എന്ന് ഡാറ്റ ലിങ്ക് ലെയർ വഴി എന്ത് ചെയ്യുന്നത്, ബിറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അത് നേരെ ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോഡ് ബിയിലുള്ള ഫിസിക്കൽ ലെയറിലെത്തുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അത് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിലേക്കാണ് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോഡ് എയിൽ നിന്ന് ആദ്യം നമ്മളൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എന്താ വർക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ലെയറാണ് വർക്ക് ചെയ്യുക. ദെൻ ആ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് പ്രസൻറ്റേഷൻ ലെയറിലേക്ക് പോവും, സെഷൻ ലെയറിലേക്ക് പോവും, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോവും, നെറ്റ്വർക്ക് ലെയറിലേക്ക് പോവും, ഡാറ്റ ലിങ്ക് ലെയറിലേക്ക്, ഫിസിക്കൽ ലെയറിലേക്ക്. ഈ ഫിസിക്കൽ ലെയറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈസ് ബി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഫിസിക്കൽ ലെയറിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ അവിടുന്ന് അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോവും, നെറ്റ്വർക്ക് ലെയറിലേക്ക് പോവും, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് പോവും, സെഷൻ ലെയറിലേക്ക്, പ്രസൻറ്റേഷൻ ലെയറിലേക്ക്, ആപ്ലിക്കേഷൻ ലെയറിലെത്തും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ പോസിബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കും, നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എത്ര സ്പീഡിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്പീഡപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അടിയിലൊക്കെ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദ ഫിസിക്കൽ ലെയർ ഈസ് കൺസേൺ വിത്ത് ദ ഫോളോവിങ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർഫേസ് ആൻഡ് മീഡിയം. It defines characteristics of the interface between the devices and transmission medium.
ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ബി ട്രാൻസ്ഫേർഡ് ബിറ്റ് മസ്റ്റ് ബി എൻകോഡഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓർ ഒപ്റ്റിക്കൽ സിഗ്നൽസ്. നമുക്ക് ബിറ്റ്സിന് എന്ത് ചെയ്യണം, അത് നമ്മൾ ബൈനറിയിലുള്ളതായിരിക്കും അല്ലേ. സിസ്റ്റം എന്ന് പറയുന്നത് ബിറ്റ്സാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇലക്ട്രിക്കൽ സിഗ്നലോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നലോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ദ ഫിസിക്കൽ ലെയർ ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് എൻകോഡിങ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഡാറ്റ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ റേറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സും ഇതിൻ്റെ ഫങ്ഷനാണ്. The sender and receiver clock must be synchronized. Then line configuration, നമ്മൾ പറഞ്ഞു ഇതിൽ ട്രാൻസ്മിഷൻ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പോയിൻ്റ് ടു പോയിൻ്റ് അല്ലെങ്കിൽ മൾട്ടി പോയിൻ്റ് കണക്ഷൻ നമ്മൾ പോസിബിൾ ആക്കുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ടോപ്പോളജി, ട്രാൻസ്മിഷൻ മോഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ലെയർ ഡിഫൈൻസ് ദ ഡയറക്ഷൻ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ്, സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ്. ഇതൊക്കെ എന്താ നിങ്ങൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, സിംപ്ലെക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഡാറ്റ പാസ് ചെയ്യുക. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലേക്കും ഡാറ്റ പാസ് ചെയ്യും, പക്ഷേ അറ്റ് എ ടൈമിൽ സാധ്യമാവില്ല. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലേക്കും ഡാറ്റ പാസ് ചെയ്യാൻ പറ്റും സൈമൾട്ടേനിയസ് ആയിട്ട്. ഓക്കെ, അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഡാറ്റനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പോൾ ഇത് മൂന്നും എന്തിൽ പോസിബിളാണ്, ഫിസിക്കൽ ലെയറിൽ പോസിബിളാണ്. നെക്സ്റ്റ് ലെയറാണ് ഡാറ്റ ലിങ്ക് ലെയർ. The data link layer is responsible for moving frames from one node to the നെക്സ്റ്റ്. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തിയപ്പോഴേക്കും ഈ ഒരു ബിറ്റ്സിനെ എന്താക്കി മാറ്റി, ഫ്രെയിംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇറ്റ് മേക്സ് ഫിസിക്കൽ ലെയർ അപ്പിയർ എറർ ഫ്രീ ടു അപ്പർ ലെയർ. ഇനി ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഫ്രെയിമിങ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഈ ബിറ്റ്സിനെ എന്ത് ചെയ്യാണ്ട് ഫ്രെയിംസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി ഫിസിക്കൽ അഡ്രസ്സിങ്. If a frames are to be distributed to the different system on the network, the data link layer add a header to the frame to define sender or receiver of the frame. അതായത് ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ പറഞ്ഞു ഫ്രെയിംസ് ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ലിങ്ക് ഹെഡർ ലിങ്കും കൂടെ കൊടുക്കും. അതെന്തിനാണ്, നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻഡറാണോ റിസീവറാണോ അവരുടെ അഡ്രസ്സ് എന്താണെന്നുള്ളതൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്ന് പറയുന്നത് എ ടു ബി നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാറ്റാസ് അറ്റ് എ ടൈമിൽ നമ്മൾ സെൻഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഓക്കെ, അതായത് അവിടെ ഡാറ്റ എത്തിയിട്ടുണ്ടോ അതോ അത് ഫ്രീ ആണോ, ഫ്ലോ കൺട്രോൾ ചെയ്യണോ. അതായത് ഒരുപാട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺജഷൻ വരും. ഓക്കെ, അപ്പോൾ അത് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസസ് മെക്കാനിസം ടു ഡിറ്റക്റ്റ് ആൻഡ് റീട്രാൻസ്മിറ്റ് ഡാമേജ് ഓർ ലോസ്റ്റ് ഫ്രെയിംസ്. അതായത് എന്തെങ്കിലും ഒരു എറർ നമുക്ക് ഒരു എ ടു ബി ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രെയിംസ് കിട്ടിയില്ല. അപ്പോൾ എ ബി സി ഡി പറഞ്ഞാണ്ട് ഒരു 5 ഫ്രെയിംസ് നമ്മൾ സെൻഡ് ചെയ്യാണ് എ ടു ബി എന്നുള്ള നോഡിലേക്ക്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് 4 and 5 നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യുക, റീട്രാൻസ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ദെൻ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എ ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ആർ നെസസറി ടു ഡിറ്റർമിൻ വിച്ച് ഡിവൈസ് ഹാസ് കൺട്രോൾ ഓവർ ദ ലിങ്ക് അറ്റ് എനി ഗിവൺ ടൈം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം: ഫ്രെയിമിംഗ്, ഫിസിക്കൽ അഡ്രസ്സിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് ആക്സസ് കൺട്രോൾ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ
അതായത് ഇതാണ് ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ. ഫിസിക്കൽ ലെയറിൻ്റെ തൊട്ട് മുകളിലാണ് ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ഡാറ്റ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇവിടെ ഫ്രെയിംസ് ആക്കിയിട്ട് ഇവിടെ കാണുന്നില്ലേ, ഓരോ ഫ്രെയിംസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റനെ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നെറ്റ്വർക്ക് ലെയർ. Network layer is responsible for the source to destination delivery of the packet possibly across multiple network. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ ഫ്രെയിംസ് ആക്കിയതിന് നെറ്റ്വർക്ക് ലെയറിൽ എത്തിയപ്പോഴേക്കും അതെന്തായി, പാക്കറ്റ്സ് ആക്കി മാറ്റി കേട്ടോ. ഇഫ് ടു സിസ്റ്റംസ് ആർ കണക്റ്റഡ് ടു ദ സെയിം, അതാ ഇവിടെ കാണുന്നുണ്ടോ, നമ്മൾ ഡാറ്റ ഉണ്ട്, അവിടെ H3 എന്ന് പറയുന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് ഹെഡർ ഫയലാണ്. അതായത് നമ്മൾ ഫ്രെയിംസിൻ്റെ കൂടെ നേരത്തെ ഒരു ഹെഡർ ഫയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതുപോലെ തന്നെ പാക്കറ്റിൻ്റെ കൂടെയും ഒരു ഹെഡർ ഫയൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ്സിങ്. The network layer add a header to the packet coming from the upper layer that among things include logical address of the sender and receiver. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കറ്റ്സിൻ്റെ കൂടെ വേറൊരു ഹെഡർ ഫയൽ ആഡ് ചെയ്യും. ആ ഹെഡർ ഫയൽ എന്താണ്, ഇതിൻ്റെ ലോജിക്കൽ അഡ്രസ്സാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൗട്ടിംഗ്. റൗട്ടിംഗ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, അതായത് നമ്മൾക്ക് ഒരു അഡ്രസ്സ് പാസ് ചെയ്യും, നമ്മൾ റൗട്ടിംഗ് ടേബിൾ എന്ന് പറയും. ഓക്കെ, ദ നെറ്റ്വർക്ക് ലെയർ പ്രൊവൈഡ് ദ മെക്കാനിസം ഫോർ റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്. റൗട്ടിങ്ങും സ്വിച്ചിങ്ങും ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടോ, നെറ്റ്വർക്ക് ലെയർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡാറ്റ പാക്കറ്റ്സ് പോകുന്നത്. ഓക്കെ, എ ടു ബി ഡാറ്റ സെൻഡ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ലെയറാണിത് ട്രാൻസ്പോർട്ട് ലെയർ. ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ് ടു പ്രോസസ് ഡെലിവറി ഓഫ് ദ എൻറ്റയർ മെസ്സേജ്. നമ്മൾ നെറ്റ്വർക്ക് ലെയറിൽ എന്താ പറഞ്ഞത്, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറിയാണ് ഇവിടെ പോസിബിൾ ആക്കുന്നത്. പക്ഷേ ട്രാൻസ്പോർട്ട് ലെയർ പ്രോസസ് ടു പ്രോസസ് ആണ് കേട്ടോ. എ പ്രോസസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റണ്ണിങ് ആണ്. അതായത് നമ്മൾ ഇതിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനാണ് എന്ത് പറയുന്നത്, എ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ് എന്ത്, ട്രാൻസ്പോർട്ട് ലെയറിലുള്ളത്. ഈ ട്രാൻസ്പോർട്ട് ലെയറിലും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ് പോയിൻ്റ് അഡ്രസ്സിങ്. ദ നെറ്റ്വർക്ക് ലെയർ ഗെറ്റ്സ് ആൻഡ് ഈച്ച് പാക്കറ്റ് ടു ദ കറക്റ്റ് കമ്പ്യൂട്ടർ. Transport layer get the entire message to the correct process on that computer. Next, segmentation as reassembly. Okay, segmentation reassembly. A message is divided into a transmittable segment with each segment containing a sequence number. നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സീക്വൻസ് നമ്പറിൻ്റെ വെച്ചിലാണ്. അപ്പോൾ ഫിസിക്കൽ ലെയറിൽ നമ്മൾ പറഞ്ഞു ബിറ്റ്സ്, ഡാറ്റ ലിങ്ക് ലെയറിൽ അതിനെ ഫ്രെയിംസ് ആക്കി മാറ്റി, നെറ്റ്വർക്ക് അതിനെ പാക്കറ്റ്സ് ആക്കി മാറ്റി, ട്രാൻസ്പോർട്ട് ലെയറിൽ അതിനെന്താക്കി മാറ്റി, സെഗ്മെൻ്റ് ആക്കിയിട്ടാണ് മാറ്റിയത്. ഓക്കെ, അതാണ് സെഗ്മെൻറ്റേഷൻ റീഅസംബ്ലി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കണക്ഷൻ കൺട്രോൾ. കണക്ഷൻ കൺട്രോൾ വരുന്നത് എവിടെയാണ്, ട്രാൻസ്പോർട്ട് ലെയറിലാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ലെയർ ക്യാൻ ബി എയ്തർ കണക്ഷൻ ലെസ് ഓർ കണക്ഷൻ ഓറിയൻറ്റഡ്. ട്രാൻസ്പോർട്ട് ലെയറിൽ ഒന്നില്ലെങ്കിൽ കണക്ഷൻ ആവാം, അല്ലെങ്കിൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആവാം. നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ. നമ്മൾ ഡാറ്റ ലെയറിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതുപോലെ ഈ നെറ്റ്വർക്ക് ലെയറിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിലുള്ള ഫ്ലോ കൺട്രോളും. ഓക്കെ, അതുപോലെ തന്നെ എറർ കൺട്രോൾ ഉണ്ട്, പ്രോസസ് ടു പ്രോസസ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാമാണത് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെഷൻ ലെയർ. സെഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡയലോഗ് കൺട്രോൾ ആൻഡ് സിങ്ക്രണൈസേഷൻ. ഡയലോഗ് കൺട്രോളിനും സിങ്ക്രണൈസേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ.
സിങ്ക്രണൈസേഷൻ. ഡയലോഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് അലോ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ് ടു ടേക്ക് പ്ലേസ് ഇൻ എയ്തർ ഹാഫ് ഡ്യൂപ്ലെക്സ് ഓർ ഫുൾ ഡ്യൂപ്ലെക്സ്. അതായത് ഒരു പോയിൻ്റ് ടു വേറൊരു പോയിൻ്റ് വരെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഒന്നുമില്ലെങ്കിൽ ഹാഫ് ഡ്യൂപ്ലെക്സോ അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സോ വെച്ചിട്ടായിരിക്കും. ഇതാണ് ഡയലോഗ് കൺട്രോൾ. അതുപോലെ തന്നെ സിങ്ക്രണൈസേഷനും ഇതിൻ്റെ വേറൊരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ സെഷൻ ലെയർ അലോ എ പ്രോസസ് ടു ആൻഡ് ആഡ് ചെക്ക് പോയിൻറ്റ്സ് ഓർ സിങ്ക്രണൈസേഷൻ പോയിൻറ്റ്സ് ഓർ എ സ്ട്രീം ഓഫ് ഡാറ്റാസ്. നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ. The presentation layer is concerned with the syntax and semantics of the information exchanged between two. അതായത് നമ്മൾ ഇതിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിൻടാക്സ് എററോ സെമാൻറ്റിക്സ് എററോ ഒക്കെ ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് കൺസേൺ ആവുന്ന ഒരു ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഫസ്റ്റ് വരുന്നത് ട്രാൻസ്ലേഷനാണ്. വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? The presentation layer at the sender changes the information from its sender dependent format into a common format. ഒരു കോമൺ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതാണ് അതിന് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. The presentation layer at the receiving machine changes the common format into receiver dependent format. Then അതുപോലെ തന്നെ എൻക്രിപ്ഷനും എവിടെ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ടു ബി നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന അതേ ഡാറ്റ ബിയിലേക്ക് കിട്ടണം അല്ലേ. പക്ഷെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആരും അതിനെ ഹാക്ക് ചെയ്യാനോ റീഡ് ചെയ്യാനോ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റനെ ഒന്ന് സെക്യൂർ ആക്കും. ഒരു സെക്യൂർ ആക്കിയിട്ട് വേറൊരു മോഡലിലേക്ക് ചേഞ്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടു എൻഷുർ പ്രൈവസി ദ സെൻഡർ ട്രാൻസ്ഫോം ദ ഒറിജിനൽ ഇൻഫോർമേഷൻ ടു അനദർ ഫോം ആൻഡ് നെക്സ്റ്റ് കംപ്രഷൻ ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് കൺസേൺ ഇൻ ദ ഇൻഫോർമേഷൻ. നമ്മളതിൽ പാസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സിന് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു ദ യൂസർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ അത് യൂസറിലേക്ക് ഡയറക്റ്റായിട്ട് ഗിവ് ചെയ്യുന്നതാണ് എന്ത്, അപ്ലിക്കേഷൻ ലെയർ ചെയ്യുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വിർച്വൽ ടെർമിനൽ, ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ വേർഷൻ ഓഫ് ദ ഫിസിക്കൽ terminal and it allows a user to log on to a remote host. ഇനി ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്, മെയിൽ സർവീസസ്, ഡയറക്ടറി സർവീസസ്, ഇതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ ലെയറിൻ്റെ പ്രോട്ടോക്കോളാണ് കേട്ടോ, റെസ്പോൺസിബിലിറ്റീസാണ്. ഓക്കെ, നെക്സ്റ്റ് TCP/IP പ്രോട്ടോക്കോൾ. Okay, the original TCP/IP protocol suite was defined having 4 layers: host to network, internet, transport and application. അപ്പോൾ നമ്മൾ പറഞ്ഞു OSI ലെയറിൽ 7 ലെയേഴ്സ് ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ TCP/IPയിൽ എത്ര ലെയേഴ്സാണ് ഉള്ളത്, 4 ലെയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ആൻഡ് സെക്കൻഡ് ലെയർ ഈസ് ഇൻ്റർനെറ്റ്, തേർഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഫോർത്ത് ആപ്ലിക്കേഷൻ ലെയർ. ഇങ്ങനെയുള്ള 4 ലെയേഴ്സാണ് TCP/IP പ്രോട്ടോക്കോളിലുള്ളത്. TCP/IP is compared to OSI. We can say that the host to network layer is equivalent to the combination of the physical and data link layer. ഇവിടെ നമ്മൾ പറയുന്ന ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ ഉണ്ടല്ലോ, അത് നമ്മൾ OSI ലെയറിലുള്ള ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയറിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ഇക്വലൻ്റ് ടു നെറ്റ്വർക്ക് ലെയർ. ഇതിലുള്ള TCP/IPയിലുള്ള ഇൻ്റർനെറ്റ് ലെയർ എന്തിന് ഈക്വൽ ആയിരിക്കും,
OSI ലെയറിലുള്ള നെറ്റ്വർക്ക് ലെയറിന് ഇക്വലൻ്റ് ആയിരിക്കും. And application layer is roughly doing the job of the session, presentation and application layer. അപ്പോൾ ഇതിലുള്ള ആപ്ലിക്കേഷൻ ലെയർ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? സെഷൻ ലെയറിൻ്റെ, പ്രസൻറ്റേഷൻ ലെയറിൻ്റെ, ആപ്ലിക്കേഷൻ്റെ ലെയറിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഇവിടെ TCP/IP ആപ്ലിക്കേഷൻ ലെയർ ഏറ്റെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഇക്വലൻ്റ് ആണ്. Then transport layer in TCP/IP taking care as a part of duties of session layer. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെതാണ് ഇത് ചെയ്യുന്നത്, ഇവിടെയുള്ള സെഷൻ ലെയർ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഒരു TCP/IP മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫിസിക്കൽ ലെയർ ഉണ്ട്, ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ട് എന്താ നമ്മൾ ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ആക്കി മാറ്റി. അതാണ് TCP/IPയിലുള്ള ഫസ്റ്റ് ലെയർ. ദെൻ സെക്കൻഡ് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൽ ഇവിടെ കണ്ടോ, നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് നമ്മൾ OSI ലെയറിലുള്ള നെറ്റ്വർക്ക് ലെയറിന് ഇക്വലൻ്റ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ICMP, IGMP, RARP, ARP എന്നൊക്കെ പറയുന്നത്. ARP എന്ന് പറയുന്നത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, RARP എന്ന് പറയുന്ന റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, ആൻഡ് ICMP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ, ആൻഡ് IGMP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ജിമെയിൽ മെസ്സേജ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് ലെയർ അല്ലേ. ട്രാൻസ്പോർട്ട് ലെയറിലും 3 പ്രോട്ടോകോൾസ് പറയുന്നുണ്ട്. SCTP, that is Stream Control Transmission Protocol, TCP, Transmission Control Protocol, UDP, User Datagram Protocol. ഈ 3 പ്രോട്ടോകോൾസാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്ന ലെയർ ഉണ്ട് അല്ലേ. ഫൈനലി 4th ലെയറാണ് TCP/IPയിലെ 4th ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഇത് OSI ലെയറിലുള്ള സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ഇവയ്ക്ക് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? SMTP, ഓക്കെ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ദെൻ FTP, ഫയൽ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ, HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം, SNMP ആൻഡ് ടെൽനെറ്റ്. ഓക്കെ, ഇത്രയും പ്രോട്ടോകോൾസ് അല്ലെ. ഇത് മാത്രമല്ല ഇനിയുണ്ട് പ്രോട്ടോകോൾസ്. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ TCP/IPന് 4 ലെയേഴ്സും OSI ലെയേഴ്സിന് 7 ലെയേഴ്സും ഉണ്ട്. ഓക്കെ, TCP/IP is a hierarchical protocol made up of interactive module, each of which provide a specific functionality. However, these modules are necessarily interdependent. അപ്പോൾ ഇതിലുള്ള ഓരോ ലെയേഴ്സും 4 ലെയേഴ്സ് പറഞ്ഞു. ഈ 4 ലെയേഴ്സിനും എന്താണ്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഓരോന്നിനും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ലെയർ നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലും മോസ്റ്റ്ലി എന്താ യൂസ് ചെയ്യുന്നത്, ഹാർഡ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി പ്രോട്ടോകോൾസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഫിസിക്കൽ ലെയറിലും ഡാറ്റ ലിങ്ക് ലെയറിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് ലെയർ വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ലെയറാണ് നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത്. TCP/IP സപ്പോർട്ട് ദ ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ IP. ഇൻ ടേൺ യൂസർ ഫോർ സപ്പോർട്ടിംഗ് പ്രോട്ടോകോൾസ്, അതായത് ARP, RARP, ICMP, IGMP ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് ലെയറിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് IP പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് The Inter-Networking Protocol is the transmission mechanism used by TCP/IP protocol. ഇതിൽ TCP/IP പ്രോട്ടോക്കോളിൽ നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് IP പ്രോട്ടോക്കോൾ. അതായത് ഒരു യുണീക്ക് IP കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ
unreliable and protocol connectionless. IP assumes unreliability of the underlying layers and it does its best to get a transmission through its destination, but with no guarantees. Then IP transport in packet data called datagrams, each of which is transported separately. Datagrams can travel along different routers and can arrives out of the sequence duplicated. അതായത് ഈ ഒരു ഐ പി എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഓരോ സിസ്റ്റത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഐ പി വെച്ചിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഈ ഒരു ഐ പി അഡ്രസ്സിനെ മാക് അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ARP എന്ന് പറയുന്നത്, അതായത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ റിവേഴ്സാണ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാക് അഡ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ്സിൽ നിന്ന് ഐ പി അഡ്രസ്സിലേക്ക് നമ്മൾ അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ഉണ്ട്. അതുപോലെ തന്നെ IGMP ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോളും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് UDP, TCP ആൻഡ് SCTP എന്നുള്ള മെയിൻ 3 പ്രോട്ടോക്കോൾസാണ് യൂസ് ചെയ്യുന്നത്. TCP ആൻഡ് UDP are transport level protocols responsible for delivery of a message from process to another process. A new transport layer protocol, SDP, has been devised to meet needs of some newer applications, user datagram protocols. Okay, then next ആണ് UDP. UDP എന്ന് പറയുന്നതും TCP എന്ന് പറയുന്നതും UDP മീൻസ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെയറിൽ എന്തൊക്കെയാണ് വരുന്നത്? ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ ഒരുപാട് പ്രോട്ടോക്കോൾസ് പറഞ്ഞു അല്ലേ. SMTP, FTP, HTTP, DNS, SNMP, ടെൽനെറ്റ്, ഇതെല്ലാം വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂസറിലേക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ലെയറും കൂടിയാണ് കേട്ടോ, ആപ്ലിക്കേഷൻ ലെയർ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.